നെറ്റ്വർക്കിംഗ് കണക്ഷൻ എന്ന് പറഞ്ഞ പോലെ, വൈഫൈ കണക്ഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പക്ഷേ അവരുടെ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ശക്തിയായി നമ്മുടെ കൂടെയുണ്ടാവും. നമുക്കറിയാത്തതായ ഒരു ദിവ്യത്വം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇവിടെ യാഗങ്ങൾ, യജ്ഞങ്ങൾ നടക്കുന്നതെങ്കിൽ എന്തോ ചിലതെന്ന് നമുക്ക് അറിയില്ല. ആ ഒരു അല്ലെങ്കിൽ ഇക്കൊല്ലം ഇങ്ങനെ ഒരു കുംഭമേള നടക്കുന്ന ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അപ്പോൾ എവിടെയോ ചിലതുമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു കണക്ഷൻ കിട്ടട്ടെ. നമ്മളറിയാത്തൊരു ദൈവിക ശക്തി നമ്മുടെ കൂടെ യാത്ര ചെയ്യട്ടെ, നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും നിവർന്നിരുന്നു ഓങ്കാരം 3 പ്രാവശ്യം. വേദ്യം പവിത്രം ഓങ്കാരം എന്ന് കൃഷ്ണൻ പറയും ഭഗവത്ഗീതയിൽ. നിവർന്നിരുന്ന് ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് വലിച്ചെടുക്കാം. മാക്സിമം എത്രത്തോളം എടുക്കാൻ പറ്റും അത്രയും നീട്ടി ചൊല്ലണം. ഇവിടെ നിൽക്കുന്നവരൊക്കെ ചൊല്ലണേ. നമുക്ക് എല്ലാവർക്കും അന്തരീക്ഷം ഉണ്ടാക്കണം. ഓ എല്ലാവരും നല്ലോണം ശ്വാസം വളരെ നീട്ടി ചൊല്ലാൻ പറ്റുള്ളൂ. ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുത്താലേ ഉറക്കെ നീട്ടി ചൊല്ലാൻ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ, പവിത്ര ഭൂമിയിൽ ബ്രഹ്മാദി ദേവന്മാരെ തപസ് ചെയ്ത ഈ തപന്നൂര്, അതാണ് തപന്നൂരായത്. ആ തപോഭൂമിയിൽ ഞാൻ ഓങ്കാരം ചൊല്ലുമ്പോൾ ഞാൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ശക്തിയിലേക്ക് എന്നെ കണക്ട് ചെയ്യാണ്. ആ തപസ്സിന്റെ ശക്തിയിലേക്ക് എന്നെയും ചേർക്കുകയാണ്. ആ ബോധത്തോടുകൂടി ഓങ്കാരം ചൊല്ലണം. ഓ ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ശാസ്ത്രങ്ങളുടെ ഇമോഷൻ ഇന്റലിജൻസ് അപ്ലൈ ചെയ്യുക.